നമുക്കൊന്ന് ഒരുമിച്ച് സ്റ്റുഡിയോ തുറന്ന് ഇന്ന് എന്തൊക്കെ പണികളുണ്ടെന്ന് നോക്കാമല്ലേ. വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എനിക്കൊരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കും. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം നീറ്റായി കിടക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടും. ഫസ്റ്റ് മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഓരോ ഡ്യൂട്ടി തുടങ്ങും കേട്ടോ. സ്റ്റാഫുകൾ മെയിൻലി ചെയ്യുന്നത് കസ്റ്റമർ കെയറും പിന്നെ അതുപോലെ തന്നെ പാക്കിംഗ് ആണ് കേട്ടോ. കോൾ വരുന്നതും മെസ്സേജ് വരുന്നതും എല്ലാം അവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ക്ലാസ് പീരീഡ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ഡിസ്പാച്ച് ചെയ്യുന്നതും അതിൻ്റെ ഫോളോ അപ്പ് എല്ലാം ഇവർ കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ സർട്ടിഫിക്കറ്റ് എല്ലാം അവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പാക്കിംഗ് ഒക്കെ അവർ തന്നെ ചെയ്യും. പിന്നെ എനിക്ക് മെയിൻലി ചെയ്യാറുള്ളത് ഓർഡേഴ്സ് ഏതൊക്കെ വരുന്നുണ്ട് ഓർഡർ ചെയ്യാനും പിന്നെ ഓർഡറിൻ്റെ ഫോട്ടോഷൂട്ടും പാക്കിംഗ് ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. പാക്കിംഗ് ഒക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോഷൂട്ടും കഴിഞ്ഞാൽ ഞാൻ അവരെ ഏൽപ്പിക്കും. അവരാണ് കസ്റ്റമർ കോൺടാക്ട് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് എന്നാണ് എത്തേണ്ടത് ഫർദർ ഫോളോ അപ്പ് പിന്നെ അവരാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ കൊറിയർ ടീമിനെ കോൺടാക്ട് ചെയ്യും കേട്ടോ. ഫുൾ പാക്കിംഗ് കംപ്ലീറ്റ് ആയാൽ അവർ വരും. അവർ വന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ എടുത്ത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ നടക്കുന്നത്. ഇവരുടെ പരിപാടികളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഓർഡറിന് വേണ്ടിയിട്ടുള്ള ചെയ്യലും വീഡിയോ പ്രിപ്പറേഷനും വീഡിയോ പ്ലാനിങ് ഒക്കെയാണ് ഞാൻ ഡെയിലി ചെയ്ത് പോകുന്നത് കേട്ടോ. ഈവനിങ് വരെ ഞാൻ സ്റ്റുഡിയോയിൽ ഉണ്ടാവും. അതിനുശേഷം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ യാണും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. കണ്ടില്ലേ, തൊട്ടടുത്താണ് വീട് വരുന്നത്.